പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ചില ഇടങ്ങളിലൊന്നും ചെന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കും. ചില വ്യക്തികളോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നോ പറയുന്ന സിറ്റുവേഷനുകളുണ്ടായിരിക്കും. നമുക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. നമ്മൾ ഒത്തിരി മുട്ടിയ വാതിലുകളുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ തുറക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാപ്രവചനം 45 അധ്യായത്തിൽ ഇപ്രകാരം കോരശിനോട് ദൈവം ഇടപെടുന്നൊരു വാക്യമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി മുന്നേ കടന്നെല്ലാം പോവുക. നിനക്കുള്ള ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കാൻ പോവുക. ഇരുമ്പ് ഓടാമ്പലുകളൊക്കെ ഞാൻ കിണ്ണിക്കാൻ പോവുക. താമര കഥകളെ ഞാൻ നിനക്ക് വേണ്ടി തകർക്കാൻ പോവുക. അതെ, എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി മുന്നമേ കടന്നെല്ലാം പോവുക. നമുക്ക് പോകാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം മുന്നേ നമുക്ക് വേണ്ടി കടന്നു വരാൻ പോവുക. തൻ്റെ ജനത്തിന് മുൻപടെയായും പിൻപടെയായും ദൈവം അവർക്ക് വേണ്ടി നിന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി തൂണായി ദൈവം അവർക്ക് വേണ്ടി കൂടെ നിന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം മുന്നേ കടന്നെല്ലാം പോവാം. പ്രതികൂലങ്ങൾ ഏതുമായിക്കോട്ടെ, ഇരച്ചു കലങ്ങുന്ന ചെങ്കടലോ ഫറവോന്യ സൈന്യമോ ഇടവും വലവും നിൽക്കുന്ന ഏത് പ്രതികൂലമായാലും കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി മുന്നമേ കടന്നു എന്ന് നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കാൻ പോവാം. നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ വേണ്ടി പോവാം. യെസ്, ദൈവകരങ്ങളിൽ ലഭിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി മുന്നമേ കടന്നെല്ലാം പോവും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലം നിൽക്കുന്നത് യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. വിശ്വസിക്കുക, ദൈവകാര്യങ്ങളെ ഏൽപ്പിക്കുക, പ്രാർത്ഥിക്കുക, ഉറയ്ക്കുക. എൻ്റെ കർത്താവെ എനിക്ക് വേണ്ടി ഒന്ന് മുന്നേ കടന്നെല്ലണമേ. എൻ്റെ കർത്താവെ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമേ. നിൻ്റെ ഒരു വാക്ക് മതി എൻ്റെ അവസ്ഥയൊന്ന് മാറുവാൻ വേണ്ടി. പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഒരു വാക്കിനായി, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്കായി. ആരും സഹായിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്ന മേഖലയിൽ കർത്താവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി കടന്നെല്ലാം പോവാം. ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോവാം. എൻ്റെ വാക്ക് അത് ഊവ ഊവ എന്ന് മാത്രമേ. ദൈവകാര്യങ്ങളെ ഏൽപ്പിക്കുക, പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.